നമസ്കാരം. വിദ്യാഭ്യാസ മേഖലയിലെ പലവിധ മാറ്റങ്ങളെയും നഖശിഖാന്തം എതിർത്തിരുന്നവർ ആണ് ഇടതുപക്ഷം. സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമാനതകളില്ലാത്ത പോരാട്ടമായിരുന്നു ഇടത് വർഗ ബഹുജന സംഘടനകൾ നടത്തിയത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം അതേ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോഴാണ് സ്വകാര്യ സർവകലാശാല ബില്ലിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയതും ബിൽ നിയമസഭയിൽ എത്തിയതും. ഇതിനിടെയാണ് സ്വകാര്യ സർവകലാശാലകളെ അനുവദിക്കുന്നതിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഈ വിചിത്രവാദം. സ്വകാര്യ സർവകലാശാല CPIM നയം അല്ല എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇടതുമുന്നണി സർക്കാർ ഇത് നടപ്പിലാക്കുന്നത് എന്നും ന്യൂസ് 18 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ MV ഗോവിന്ദൻ പറയുന്നു. അതേസമയം സ്വകാര്യ സർവകലാശാല ബില്ലിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നു. ഒരു നിയന്ത്രണവും ഇല്ലാതെ സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തിക്കാൻ ആകും എന്നതാണ് സ്ഥിതി. അവ്യക്തതകളുടെ കൂടാരമാണ് ബിൽ സെലക്ട് കമ്മിറ്റിക്ക് അയക്കണം. അക്കാദമിക് യോഗ്യതയോ നിലവാരമോ ഇല്ലാത്ത ഒരാൾക്ക് അഡ്മിഷൻ നൽകാം എന്ന് വ്യവസ്ഥ ഉണ്ട് എന്നും VD സതീശൻ കുറ്റപ്പെടുത്തുന്നു.